തേടട്ടെ നിന്റെ തൃക്കാലിതൊളുകൾ സതതം ചിന്ത നിന്നാമമെന്നും പാടട്ടെ നാവ് കാതോ തവ മധുര കഥ സദ്യയുണ്ണട്ടെയെന്നും കൂടട്ടെ പദാബ്ജപ്രിയരോടുമൊരുമിച്ചെപ്പോഴും ഞാൻ ഇവണ്ണം നേടട്ടെ കൃഷ്ണ വിശ്വപ്രണയ പരപരാനന്ദ സമ്പൂർണഭാവം. എന്താ മാത്രം അയക്കാൻ മാത്രം അറിയുന്ന അദ്ദേഹം ആര്? അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന് അത്ര അയക്കാനേ അറിയുള്ളൂ, തിരിച്ചെടുക്കാൻ അറിയില്ല. അശ്വത്ഥാമാവ് അപാണ്ഡവാർത്ഥം എന്നുച്ചരിച്ച് ഭീമസേനയുടെ നേരെ അമ്പ് വിട്ടുമല്ലോ. അവിടെയാണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു അർജുനനോട്, അർജുന ഒട്ടും അമാദിക്കല്ലേ, അസ്ത്രം കൊണ്ട് തന്നെ അടങ്ങണം. നിന്റെ കരുത്തിലുണ്ടല്ലോ ഒരു പിന്നെ ബ്രഹ്മാസ്ത്രം, അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കുക, അമ്പുകളുടെ ശക്തി അറിയട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അർജുനൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി ഭൂമിയെ തൊട്ട് വന്ദിച്ച് അസ്ത്രം കൊണ്ട് തന്നെ ശാന്തമാകട്ടെ എന്ന് ധ്യാനിച്ച് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതാണ് കഴിവ്. അല്ലെങ്കിൽ അയക്കാൻ മാത്രം പഠിച്ച് തിരിച്ചെടുക്കാൻ പഠിക്കാതിരുന്നാൽ അങ്ങനെയുള്ളൊരു പഠിത്തം കൊണ്ട് വല്ല ഗുണമുണ്ടോ? അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഗുരു. അതാണ് അസ്ത്രങ്ങൾ രണ്ടും ഇങ്ങനെ ജ്വലിച്ചു വരികയാണ്. മേഘങ്ങൾ അലറി കൂട്ടിയിടിച്ചു, ആകാശത്തിൽ ധൂമകേതുക്കൾ തെളിഞ്ഞു, സമുദ്രം നിലവിട്ടുയർന്നു, ഭൂമണ്ഡലം ആകെ കത്തി അമരുവാൻ പോകുന്ന പ്രതീതിയായി. ഒക്കെ നശിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ദേവന്മാരൊക്കെ ആകാശത്ത് വന്ന് നോക്കി നിൽക്കുന്നത്. അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുവാൻ ഇനി അധിക നിമിഷം വേണ്ട. സർവ്വലോകങ്ങളും നശിക്കുന്ന ഈ മഹാവിപത്ത് ഒഴിവാക്കുവാൻ ബ്രഹ്മദേവനും വ്യാസനും അസ്ത്രങ്ങളുടെ മധ്യത്ത് വന്ന് നിന്നു. അവർ രണ്ടുപേരും വന്ന്, അതായത് ബ്രഹ്മാവും വ്യാസമഹർഷിയും വന്നിട്ട് അസ്ത്രങ്ങളുടെ നടുക്ക് നിന്നു. ഞങ്ങളെ കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ നിന്നു. അപ്പൊ വ്യാസൻ ചോദിച്ചു, സർവനാശം ഉണ്ടാക്കുവാനാണോ ഭാവം? ധനഞ്ജ, നീ നിന്റെ അസ്ത്രം പിൻവലിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അസ്ത്രം അർജുനൻ വേഗം വേദവ്യാസന്റെ വാക്കിനെ മാനിച്ച് അസ്ത്രം പിൻവലിച്ചു. അശ്വത്ഥമാവേ, നീയും നിന്റെ അസ്ത്രം പ്രതിസംഹരിക്കുക എന്ന് പറഞ്ഞു. ഇല്ല, അശ്വത്ഥമാ അസ്ത്രം പിൻവലിച്ചില്ല. ഞാൻ പാണ്ഡവകുലത്തിന് നാരായ വേര് തോണ്ടുവാനാണ് അസ്ത്രം അയച്ചത്. അവരുടെ കുലം മുടിയുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് പണ്ട് ഈ അദ്ദേഹം ദ്രോണാചാര്യര് അർജുനന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചാണ് അശ്വത്ഥാമാവ്. ഇതാണ് എനിക്കൊരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട്. ആ കൂട്ടുകാരനാണ് ഇപ്പം മുഴുവനും പാണ്ഡവ കുലം മുടിക്കാൻ വേണ്ടിയിട്ട് അമ്പയച്ചത്. അപ്പൊ വ്യാസൻ പറഞ്ഞു, ദ്രൗണി നാശം ഒഴിവാക്ക്, കാട് കയറി തപസ് ചെയ്യുവാൻ പോകുന്നതിനൊക്കെ എന്തിനാണ് ഈ കിടമത്സരം? അസ്ത്രം പ്രതിസംഹരിക്കുക. എന്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ചൂടാരത്തിനും അവർക്ക് നൽകുകയും ചെയ്യണം എന്ന് പറഞ്ഞു. വ്യാസന്റെ വാക്കുകൾ അദ്ദേഹം അനുസരിച്ചു. അവൻ പറഞ്ഞു, അർജുന, 18 ദിവസം നിങ്ങൾ നടത്തിയ പോരാട്ടം കൊണ്ട് ലഭിച്ച ഭൂമിയെക്കാളും വിലയേറ്റതാണ് ഈ രത്നം. അതിനേക്കാളും വില ഈ രത്നത്തിനുണ്ട്. ഇതുള്ളവൻ യക്ഷദാനവ കിംപുരുഷ ഗന്ധർവന്മാരിൽ നിന്നോ ശസ്ത്രക്ഷുത്രിടാദികളിൽ നിന്നോ ഭയക്കേണ്ടി വരികയില്ല. അസ്ത്രത്തിൽ നിന്നോ അതുപോലെ വിശപ്പിൽ നിന്നോ യക്ഷന്മാരിൽ നിന്നോ രാക്ഷസന്മാരിൽ നിന്നോ കിംപുരുഷന്മാരിൽ നിന്നോ ഗന്ധർവന്മാരിൽ നിന്നോ ഈ രത്നം കയ്യിലുള്ളവർക്ക് പേടിയുണ്ടാവൂല എന്ന് പറഞ്ഞു. എങ്കിലും വിധിയോർത്ത് ഞാനിത് തരുന്നു, കൊണ്ടുപോയിക്കൊള്ളുക, എനിക്കിതെന്തിന്, കൊണ്ടുപോയിക്കൊള്ളുക എന്ന് കൊടുത്തു. അശ്വത്ഥമാവ് ശിരസിൽ ചുടിയുന്ന രത്നം പിച്ചെടുത്ത് അതിങ്ങനെ ചൂടി വെക്കുന്നല്ല, അത് ശിരസ്സുമായിട്ട് ഇങ്ങനെ ബന്ധിക്കപ്പെട്ടത് മാതിരിയാണ് അങ്ങനെ ചൂഴ്ന്നെടുക്കണത്. അങ്ങനെ പിച്ചെടുത്ത് വ്യാസനേൽപ്പിച്ചു. പക്ഷേ അസ്ത്രം പിൻവലിക്കുവാൻ ദ്രൗണി എന്നിട്ടും തയ്യാറായില്ല. അതാണ് അദ്ദേഹത്തിന്റെ പാകയാണ് അദ്ദേഹത്തിന്.
കടുത്ത ബ്രഹ്മചര്യം പാലിക്കുന്ന ഒരുവന് മാത്രമേ അസ്ത്രം പിൻവലിക്കുവാൻ കഴിയൂ. മറിച്ചാൽ വിട്ടവനെ തന്നെ അസ്ത്രം വധിക്കും. അതുകൊണ്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, മഹർഷി, എന്റെ അസ്ത്രം വെറുതെ ആവുകയില്ല, അത് പാണ്ഡവ ഗർഭത്തിൽ തന്നെ പതിക്കും. കണ്ടോ? വ്യാസൻ കേശവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ടൊന്നും സംസാരിച്ചില്ല അദ്ദേഹം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അശ്വത്ഥാമാവേ, ആദതായിയാണ് നീ. പാണ്ഡവനെ നശിപ്പിക്കുവാൻ നീ അയച്ച അസ്ത്രം ഫലിക്കുകയില്ല കേട്ടോ. പാണ്ഡവകുലത്തിന്റെ അവസാന കണ്ണിയിലും അത് ഫലിക്കുകയില്ല. ഞാനുണ്ട് അവർക്ക്. എന്നെ ആശ്രയിച്ചവരെ ഞാൻ രക്ഷിക്കാതിരിക്കില്ല അശ്വത്ഥാമാവേ. ചൊടിച്ചുകൊണ്ട് ദ്രൗണി പറഞ്ഞു, കേശവ, പക്ഷപാതം മൂലം നീ പറയുന്ന വാക്ക് ശരിയാവുകയില്ല. ബ്രഹ്മാസ്ത്രം ഫലിക്കുക തന്നെ ചെയ്യും. അർജുനസുതനായ അഭിമന്യുവിന്റെ പത്നിയുടെ ഗർഭത്തിൽ ആ അസ്ത്രം ഏൽക്കുക തന്നെ ചെയ്യും. ഭ്രൂണം ചാപിള്ളയായി പിറക്കും. ഗോവിന്ദ പൊട്ടിച്ചിരിച്ചു. ആ ഒരു ചിരിയിൽ ഭഗവാൻ വളരെ 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 അപൂർവമായിട്ട് മാത്രമേ പൊട്ടിച്ചിരിക്കാറുള്ളൂ. മറ്റെല്ലാ സമയത്തും ആ തിരുമുഖത്ത് പുഞ്ചിരി മാത്രമേ കാണാനുണ്ടാവുകയുള്ളൂ. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു ഭഗവാൻ. ഭീഷണമായൊരു ചിരി, ഒരു ശബ്ദമായിരുന്നു ആ ചിരി. മാധവൻ ആവേശരഹിതനായി പറഞ്ഞു. ഒരാവേശമില്ല, അങ്ങനെ സാധാരണ പോലെ പറഞ്ഞു ഭഗവാൻ. ബ്രഹ്മാസ്ത്രത്തിന്റെ പാദം അമോഘമായിരിക്കും. ഗർഭത്തിൽ മരിച്ചാലും ആ കുട്ടി ജീവനോടെ പിറക്കും. അക്ഷയലോകങ്ങൾ അവൻ നേടും. ലോകം നിന്റെ പാപി എന്ന് മുദ്ര കുത്തും. നീചനായും ഭ്രൂണഹന്താവായും ബാലജീവിതഘാതിയായും ലോകം നിന്നെ ആക്ഷേപിക്കും. ഈ കൊടും ക്രൂരതയുടെ ഫലം നീ അറിയാതിരിക്കുകയില്ല. 3000 വർഷം നീ ഈ ലോകത്തിൽ കശ്മലനായി അലയും. ആരോടും മിണ്ടാതെ, ഒന്നും ചിന്തിക്കാതെ, നേരെ നിൽക്കുവാനാകാതെ വനത്തിലൂടെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അശ്വത്ഥാമാവേ, നിലനിൽപ്പില്ലാത്ത നിന്റെ അലച്ചിൽ ഹൃദയദ്രവീകരണത പരജീവികളിൽ സൃഷ്ടിക്കും. ആരും നിന്നെ കാക്കുകയില്ല. നിനക്കാരും ഉണ്ടാവില്ല സഹായത്തിന്. കലിയായി, കശ്മലനായി, കഠിന ഹൃദയനായി, കാപുരുഷനായി അലഞ്ഞുകൊണ്ടേയിരിക്കും നീ. ക്രമേണ നിന്റെ ശരീരം പഴുത്ത് പൊട്ടാൻ തുടങ്ങും. ചലവും ചോരയും ചാടി ഈച്ചയാർത്ത് പുഴുത്ത് അസഹ്യ ഗന്ധത്തോടെ ജനവാസമില്ലാതെ കാടു നോക്കി നിസ്സഹായനായി നീ നടക്കും. അശ്വത്ഥാമാവേ, അകിഞ്ചനായി, നിഷ്ക്രിയനായി, വിരൂപനായി, ക്രൂരഭീഷണനായി, സർവരാലും വെറുക്കപ്പെട്ട നീ അലിഞ്ഞു തിരിയും. തീർച്ച ദുർമതേ. ഉത്തരയുടെ നീ കൊന്ന പുത്രനെ ജീവിപ്പിക്കുവാൻ എനിക്ക് കഴിയും. അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനല്ല, ദ്വാരകാവാസിയല്ല, ഗോലോക മുഖ്യനുമല്ല. ഉത്തരയുടെ വയറ്റിൽ പിറന്നു വളരുന്ന ബാലൻ അരോഗ ദൃഢഗാത്രനായിരിക്കും. ധർമ്മവ്രതത്തോടെ ധർമാത്മാവായി അവൻ 60 വർഷം ഭൂമി ഭരിക്കും. നീ കാണി അവൻ രാജാവാകും. നീ 3000 ഉണ്ടല്ലോ, നിനക്ക് 3000 വർഷം. കുട്ടി 60 വയസ്സ് വരെയുള്ളു ജീവിക്കുകയുള്ളൂ എങ്കിൽ അത്രയും ശ്രേഷ്ഠനായി, പേര് കേട്ടവനായി രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞു. മാധവന്റെ ശബ്ദം കേട്ട് വ്യാസൻ പറഞ്ഞു, ദ്രൗണി, ഞങ്ങളുടെ വാക്ക് നീ മാനിച്ചില്ലല്ലോ. മാധവൻ ഓതിയ വാക്കുകൾ ഫലിക്കുക തന്നെ ചെയ്യും. അത് വെറും വാക്കല്ല, പാഴ്വാക്കല്ല ഭഗവാൻ പറയുന്നത്, ഓർത്തോളൂ. അശ്വത്ഥമാവ് പറഞ്ഞു, മഹർഷി, അങ്ങയോടൊപ്പം ഞാനും ജീവിച്ചു കൊള്ളട്ടെ. അങ്ങയുടെ വാക്ക് സത്യമായി ഭവിക്കട്ടെ. ആര് പറഞ്ഞു? അശ്വത്ഥമാവ്. അശ്വത്ഥമാവ് തളർന്ന മനസ്സോടെ കാട്ടിലേക്ക് പലായനം ചെയ്തു. ഓടിപ്പോയി. കേശവനോടൊത്ത് പാണ്ഡവർ രത്നവുമായി ശിബിരത്തിലേക്ക് മടങ്ങി. ഭീമൻ രത്നം ദ്രൗപദിക്ക് സമ്മാനിച്ചു. പുത്രന്മാരുടെയും ബന്ധുക്കളുടെയും മരണം മൂലം ശോകാർത്തനായ ധർമ്മപുത്രർ കേശവനോട് ചോദിച്ചു, ഭഗവാനെ, ആ ദ്രൗണി, അതായത് അശ്വത്ഥാമാവ്, ഇങ്ങനെ പെരുമാറാൻ എന്താണ് കാരണം? പാണ്ഡവ ശിബിരത്തിൽ കടന്നു കയറി പരാക്രമം കാട്ടുവാൻ അവൻ ശക്തനായത് എങ്ങനെ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ദ്രൗണി രുദ്രനെ ശരണം പ്രാപിച്ചു. ക്ഷിപ്രപ്രസാദിയായവൻ സന്തോഷിച്ച് അനുഗ്രഹിച്ചു. ഒരു വാള് നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഭൂതഗണങ്ങളെ അവനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ മഹാദേവൻ ഓരോരു പണിയെടുത്ത് കൂട്ടുന്നത് വിചാരിക്കാൻ പറ്റൂല. ഈ ശക്തിയാണ് ദ്രൗണിക്ക് ഇങ്ങനെ പെരുമാറുവാൻ കഴിവുണ്ടാക്കിയത്. അതുകൊണ്ട് വേദനിക്കേണ്ട കാര്യമില്ല. അത് ദ്രോണപുത്രൻ ചെയ്തതല്ല, നാശത്തിന്റെ മാർഗം പൂർണ്ണമാകുവാൻ സംഭവിച്ചതാണെന്ന് കരുതിയാൽ മതി. അത് കേട്ടിട്ടാകുമ്പോൾ ധർമ്മപുത്രർക്ക് ആശ്വാസമായി. യുദ്ധം അങ്ങനെ അവസാനിച്ചു. മഹാഭാരത യുദ്ധം അങ്ങനെ അവസാനിച്ചു. എന്നിട്ടും ഭഗവാൻ വെറുതെ ഇരുന്നില്ല. ഭഗവാൻ വെറുതെ ഇരിക്കാൻ സമയമില്ലല്ലോ.
സാമമോദിയിട്ടും നിമിഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ധൃതരാഷ്ട്രർ കനത്ത ദുഃഖത്തിൽ പതിച്ചു. മക്കളുടെ മരണം കൗരവാധിപന് അസഹനീയമായിരുന്നു. ആദ്യം തന്നെ ബുദ്ധി നല്ല രീതിയിൽ വളർത്തണം, നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട്. ഇനിയിപ്പം അസഹനീയോ? ഇതിനസഹനീയം. ഗാന്ധാരിയും പുത്രശോകാർത്തിയായി. ഇരുവരും പരസ്പരം പറഞ്ഞ് ആശ്വസിച്ചെങ്കിലും കണ്ണീര് തടയുവാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. അതിക്രോധമായി. ക്രോധം മനസ്സിൽ തങ്ങിപ്പുകഞ്ഞു. അതാണ് ദുഷ്ടസ്വഭാവം. സഞ്ജയന്റെ വാക്ക് മാനിച്ച പ്രഭാതത്തിൽ തന്നെ ധൃതരാഷ്ട്രൻ ഭാര്യയും മക്കളുടെ ഭാര്യമാരും ഒത്തു കുരുക്ഷേത്രത്തിലേക്ക് നടന്നു. എനിക്ക് ആ മരിച്ചവരുടെ ശവശരീരെങ്കിലും കാണണമെന്ന് ഗാന്ധാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശവശരീരം. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ജീവിച്ചിരിക്കുമ്പോ ശവശരീരം കാണാൻ. അതാണ്. കൗരവശ്രേഷ്ഠനും ഗാന്ധാരി മാതാവും വരുന്നുണ്ടെന്നറിഞ്ഞ ധർമ്മപുത്രരും അനുജന്മാരും കേശവനോടൊത്ത് കുരുക്ഷേത്രത്തിലേക്ക് ചെന്നു. കുരുക്ഷേത്രം കണ്ടതോടെ സ്ത്രീകൾ കരയാൻ തുടങ്ങി. ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോവോ? കൗരവ സ്ത്രീകളുടെ പ്രിയപ്പെട്ടവർ ആ ഭൂമിയിൽ എരിഞ്ഞടങ്ങിയിരിക്കുന്നു. കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആഹ്ലാദം പകർന്നു തന്ന സ്നേഹധാമങ്ങളാണ് ആ മണ്ണിൽ ചോര കൊണ്ട് കിടക്കുന്നത്. അവരുടെ നനുത്ത ഓർമ്മകൾ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണുകൾ ഇറന്നണിയിച്ചു. ഭഗീരഥീ തീരം സ്ത്രീകളുടെ ചുടുബാഷ്പധാരയിൽ കുളിച്ചു. കുലസ്ത്രീകളുടെ കഥനം വിങ്ങുന്ന മുഖം നോക്കാതെ ധർമ്മപുത്രർ വലിയച്ഛന്റെ നികടത്തിലെത്തി. സ്ത്രീകളെ നോക്കാനേ ധർമ്മപുത്രർക്ക് പറ്റുന്നില്ല. അദ്ദേഹം എത്ര പ്രാവശ്യം പറഞ്ഞതാണ് വേണ്ട 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 വേണ്ടാന്ന്. കേട്ടില്ലല്ലോ. അതിന്റെ ഫലം ഇപ്പം ഈ സ്ത്രീകൾ, പാവ സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. ധർമ്മജനും അനുജന്മാരും വരുന്നവരും സഞ്ജയൻ ധൃതരാഷ്ട്രരെ അറിയിച്ചു. പാണ്ഡവർ എന്ന് കേട്ടതോടെ കൗരവന്റെ ഹൃദയത്തിൽ രോഷം നുരഞ്ഞു. അപ്പ പരമദുഷ്ടൻ. തന്റെ പ്രിയ സുതന്മാരെയെല്ലാം വകവരുത്തിയത് ഭീമനാണ്. ദുര്യോധനെ ചതിച്ചു കൊന്നു. ദുശാസനന്റെ മാരടം പിളർന്നു. സ്വന്തം മക്കളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു കുറ്റം അവര് ചെയ്തിട്ടില്ല. ഇതാണ് ബീഭത്സമാക്കി വധിച്ചു. അതൊക്കെ സഞ്ജയൻ വിവരിച്ച് ടിവിയിൽ കണ്ടിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അന്നേരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പക വന്ന് അറിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ. തേടി തേടി നടന്ന് കാലുകൾ കഴക്കട്ടെ, ഭവൽ കീർത്തനം പാടി പാടി വരണ്ടുണങ്ങുകിലുണങ്ങിടട്ടെ ജിഹ്വാഞ്ജലം. കൂടെ കൂടെ നടത്തുമർച്ചന തളർത്തിയിടട്ടെ കൈ രണ്ടും, കൂടാത്മാവ് വെടിഞ്ഞിടും വരെ ഹരേ നിന്നെ സ്മരിച്ചാവു ഞാൻ. ഭക്തവത്സല കാരുണ്യ സിന്ധു. എല്ലാ മനസ്സിലൊതുക്കി ദുഷ്ടൻ, പരമദുഷ്ടനായ ആ അന്ധത്വം മനസ്സിലും കൂടി വ്യാപിച്ച് കിടക്കുന്ന ഈ ധൃതരാഷ്ട്ര മഹാരാജാവെന്നൊന്നും അദ്ദേഹത്തിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ ഒതുക്കി. രാത്രിയിൽ കേശവനെത്തി ആശ്വസിപ്പിക്കാതിരുന്നെങ്കിൽ ശാപാഗ്നിയിൽ പാണ്ഡവരെ ചുട്ടെരിച്ചു പോയേനെ. കേശവന്റെ സാമവാക്കുകൾ ആശ്വാസം പകർന്നു. പക്ഷേ ഉമിത്തിയുടെ മുകളിൽ വീണ നനുത്ത നീർത്തുള്ളികൾ മാത്രമായിരുന്നു ആ വാക്കുകൾ. കൊച്ചുവെള്ളിച്ചെന്ന് ഉമിത്തി കെടൂലല്ലോ. ഹൃദയത്തിന്റെ വ്യഥ മാറ്റുവാൻ മറ്റൊരവസരം ഉണരുകയാണ്. പാണ്ഡുസുതന്മാർ തന്നെ വന്ദിക്കുവാൻ വരികയാണ്. വരട്ടെ. അവസരം പാഴാക്കാതെ ചിലത് ചെയ്യാനുണ്ട് എനിക്ക്. ഏടാ ആലോചിച്ചാ മതി കേട്ടോ. അന്ധ മഹാവൃദ്ധ ദുഷ്ട. ധൃതരാഷ്ട്രന്റെ ഹൃദയഗതങ്ങൾ മാധവൻ നന്നായി മനസ്സിലാക്കിയിരുന്നു. ഹസ്തിനാപുരത്തിൽ മടങ്ങിയെത്തിയ മാധവൻ ആ രാത്രി തന്നെ ഇരുമ്പ് പണിക്കാരെ വരുത്തി. ഭീമസേനന്റെ ഒരു ആയാസ പ്രതിമ, അതായത് ഇരുമ്പിന്റെ ഒരു പ്രതിമ. ആയസം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടൊരു ഭീമസേനന്റെ ഒരു രൂപം ഉണ്ടാക്കിച്ചു. ഈ കർമ്മത്തിൽ പാണ്ഡവർക്ക് അത്ഭുതം തോന്നിയെങ്കിലും കേശവനായതുകൊണ്ടൊന്നും ചോദിച്ചില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ, ഭഗവാൻ വേണ്ടതല്ലേ ചെയ്യുള്ളൂ. പ്രഭാതത്തിൽ ധൃതരാഷ്ട്രനെ കാണുവാൻ ഗംഗാതീരത്തേക്ക് പോകുമ്പോൾ ആയസപ്രതിമയും കൊണ്ടുപോകുവാൻ മാധവൻ പറഞ്ഞു. പാണ്ഡവർ കേശവന്റെ വാക്കനുസരിച്ചു. അത് എടുത്തിട്ട് വന്നു. കൗരവരാജാവിന്റെ മുമ്പിൽ എറിഞ്ഞാൽ മതി.
കൗരവരാജാവിന്റെ മുമ്പിൽ അവരെത്തി. അന്ധഭൂപന്റെ നികടത്തിൽ പേര് പറഞ്ഞ് ഓരോരുത്തരും വണങ്ങി. ധർമ്മജനാണ് ആദ്യം വണങ്ങിയത്. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് തരണമെന്ന് അപേക്ഷിച്ചു അദ്ദേഹം. അപ്പൊ ധൃതരാഷ്ട്ര പറഞ്ഞു, ഉണ്ണീ, എല്ലാം വിധിയാണെന്ന് ഞാൻ കരുതുന്നു. വന്നതും വരാനുള്ളതും വിധി വൈഭവം തന്നെ, ഇനി വരുന്നതും വിധി വൈഭവം തന്നെ. ഞാനൊന്ന് കണ്ടുവച്ചിട്ടുണ്ടെന്ന്. നീ വിഷമിക്കരുത്, എല്ലാം ഞാൻ ക്ഷമിച്ചു ട്ടോ. ഒരു നിമിഷം കഴിഞ്ഞ് ധൃതരാഷ്ട്ര ചോദിച്ചു, മറ്റുള്ളവർ എവിടെ? ഭീമൻ എവിടെ? സവ്യസാചിയായ അർജുനൻ എവിടെ? നകുല സഹദേവന്മാരെവിടെ? എല്ലാവരോടും വരുവാൻ പറയൂ, ഞാൻ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഈ വൃദ്ധന്റെ കണ്ണുകളാണ് അവർ, അവരെയും തഴുകി ഞാനൊന്ന് ആശ്വസിക്കട്ടെ. എവിടെ മാരുതി? വരൂ മകനെ, അടുത്ത് വരൂ. പുത്രശോകാബ്ധിയിലാണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് ഈ ജീവിത ജലധി കടന്നു പോകുവാൻ ഇനി നവുക. ഞങ്ങൾക്കിനി വേറെ തോണിയില്ല, നിങ്ങൾ തന്നെ ഞങ്ങളെ തോണി. വരൂ. അതുകൊണ്ട് മകനെ ഭീമസേന, അരികിലേക്ക് വരൂ. ഭീമൻ സന്തോഷത്തോടെ എഴുന്നേറ്റു. എന്നാൽ അവൻ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങിയ സമയത്ത് ഒന്ന് ചൊറിഞ്ഞു. അരേ ഭഗവാൻ, ചൊറിഞ്ഞു കൊടുത്തു. നിൽക്കുവാൻ ആംഗ്യം നിക്ക് കൈ കൊണ്ട് കാണിച്ചു. രണ്ടാക്കും കണ്ണ് കാണൂലല്ലോപ്പാ, അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്നിട്ട് ഈ ഇരുമ്പിന്റെ പ്രതിമ ഉണ്ടല്ലോ, അത് മെല്ലെ ധൃതരാഷ്ട്ര മുമ്പിലേക്ക് നീക്കി വെച്ചു. അപ്പൊ ഇതല്ലേ ഭീമസേനൻ വന്നിട്ട് എന്ന് പറഞ്ഞു. ഉണ്ണീ ഭീമസേന, നിനക്ക് സുഖമല്ലേ? വരൂ മകനെ, വരൂ. ഇങ്ങനെ പറഞ്ഞ് ധൃതരാഷ്ട്രർ ഭീമപ്രതിമയെ ദൃഢമായി ആലിംഗനം ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഭീമപ്രതിമ ഉടഞ്ഞു തകർന്നു. ആലിംഗനത്തിന്റെ ആഘാതത്തിൽ ധൃതരാഷ്ട്രം 6 പൊട്ടി രക്തം തെറിച്ച് മുഖത്ത് പതിച്ചു. വേണപ്പ ജന്തു. രക്തം മുഖത്ത് തെറിച്ചതോടെ ഭീമൻ മരിച്ചെന്നുറപ്പിച്ച ധൃതരാഷ്ട്രർ വിലപിക്കുവാൻ തുടങ്ങിയപ്പോ സ്വന്തം ചോരയാന്നി മുഖത്ത് പതിച്ചതെന്ന് അറിയുന്നില്ല വിഡ്ഢാസുരൻ. ഭീമന്റെ സൽഗുണങ്ങൾ പറഞ്ഞാണ് കരയുന്നത്. ഓ, അങ്ങനെ കരയാൻ തുടങ്ങി. ഈ സമയത്ത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, പ്രഭു, അങ്ങ് വികാരത്തിന് അടിമപ്പെട്ട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഭീമസേനെ താൻ കൊന്നതിനെ കുറിച്ചാണ് സഞ്ജയൻ പറഞ്ഞതെന്ന് കരുതി ധൃതരാഷ്ട്ര പിന്നെയും കപട ദുഃഖത്തിന്റെ കണ്ണുനീർ വീഴ്ത്തി. ധൃതരാഷ്ട്രയുടെ ശക്തിയും മനസ്സും കണ്ടറിഞ്ഞ പാണ്ഡവർ നിശബ്ദരായി നോക്കി നിന്നു. എന്തൊരത്ഭുതം ഇത്! ഇത്രയും ശക്തിയോ ഇവന്റെ മക്കൾക്ക് എങ്ങനെ ശക്തിയിലാണ്ട് കണ്ട് തൊണ്ടണ്ടേന്ന് വിചാരിക്കുന്നവര്. കേശവന്റെ കൂർമ്മബുദ്ധി അവർ മനസ്സിൽ ശ്ലാഘിച്ചു. പാണ്ഡവരോട് ഭഗവാൻ സ്വകാര്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്വകാര്യമായിട്ട് പറഞ്ഞു, ഭീമനോട് ധൃതരാഷ്ട്ര കഠിനമായ പകയുണ്ട്. ദുര്യോധനാദികളെ മുച്ചൂട് നശിപ്പത്ത ഭീമസേനല്ലേ. ഇന്നലെ രാത്രി ധൃതരാഷ്ട്രോട് ഞാൻ സാമം പറഞ്ഞപ്പോഴും ഭീമന്റെ ക്രൂരപ്രവൃത്തികളെ കുറിച്ച് മാത്രമായിരുന്നു ധൃതരാഷ്ട്രയുടെ സംസാരം. അതിൽ നിന്നും അന്ധഭൂപന് ഭീമനോട് പകയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ഊഹം ലവലേശം തെറ്റിയിട്ടില്ല. അത് തെറ്റുമോ? ഭഗവാന്റെ ഊഹം കൊണ്ട് തെറ്റുന്നത്? ധൃതരാഷ്ട്രയുടെ വിലാപം കേട്ട പരിഹാസത്തിന്റെ സ്വരത്തിൽ കേശവൻ പറഞ്ഞു, രാജാവേ, എന്തിനാണ് ഈ പ്രലപനം? അത് നിർത്തുക. താങ്കൾ വധിച്ചത് ഭീമനെയല്ല, ഭീമന്റെ ഇരുമ്പ് പ്രതിമയാണ് രാജാവേ. അങ്ങ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ മുന്നാലേ കണ്ടിരുന്നു. ആർക്കും ശോകം വരുത്താതിരിക്കുവാനാണ് എന്റെ ശ്രമം. നിന്റെ ബാഹുബലം അലംഘനീയമാണ്. അതിന്റെ പിടിയിൽപ്പെട്ടാൽ ഭീമന് കീചകന്റെ ഗതി വരുമെന്ന് എനിക്ക് തോന്നി. അതൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്നതും. കീചകൻ ആലിംഗനേനാ മരിച്ചതു. അതുപോലൊരു ആലിംഗനത്തിലല്ലേ ഞാൻ നിന്നെ ആലിംഗനം ചെയ്തതല്ലേ മോനെ? കീചകൻ മരിച്ചതുപോലെ നീയും മരിച്ചോലും ചോദിച്ചിട്ടാണ് ഈ ദുഷ്ടൻ കരഞ്ഞത്. ഇപ്പൊ ഭഗവാൻ പറയുന്നു, കീചകൻ ആലിംഗനത്തിലല്ലേ മരിച്ചത്. അപ്പം കീചകന്റെ ഗതി വരുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. രാജാവേ, അങ്ങേക്കിത് ചേർന്നതല്ല കേട്ടോ. ഇനിയെങ്കിലും ഭീമനെ കൊല്ലുന്നത് അങ്ങേക്ക് യുക്തമല്ല. നിന്റെ മരിച്ച മക്കൾ ഇനി തിരിച്ചു വരികയില്ലല്ലോ. അതുകൊണ്ട് ശമം ഇച്ഛിക്കുന്ന ഞങ്ങൾ ചെയ്യുന്നത് സ്വീകരിക്കൂ. ശോകത്തിൽ മനസ്സ് വെക്കാതെ ശാന്തനാകൂ. ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഈ ഭഗവത് വചനം കേട്ടിട്ടും ഈ ദുഷ്ടൻ മനസ്സിലാവൂല. ധൃതരാഷ്ട്ര നിശബ്ദനായി, ഒന്നും മിണ്ടാനില്ല.
താൻ ചെയ്ത ക്രൂരത ഓർത്ത് നാണിച്ച് മുഖം താഴ്ത്തിക്കിരുന്നു. ബുദ്ധിമാനായ കൃഷ്ണനെ ഒരു തരത്തിലും പരാജയപ്പെടുത്താനാവുകയില്ലെന്ന് ധൃതരാഷ്ട്രന് ബോധ്യമായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്ന് ധൃതരാഷ്ട്രർ അറിഞ്ഞു. ഇപ്പറിയുന്നത്രയാ, ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു തന്നേനെ. പാണ്ഡവരെ സംരക്ഷിച്ചതും വിജയിപ്പിച്ചതും വിജയസഖൻ തന്നെയാണ്. അദ്ദേഹത്തെ നിസ്സാരനാക്കുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. പുനർചിന്തക്ക് വിധേയമാവുന്ന പൂർണ്ണ ബുദ്ധിയുള്ളവനെ പരാജിതനാക്കുവാൻ ഒരു ലൗകിക ശക്തിക്കും കഴിയുകയില്ല. ധൃതരാഷ്ട്രൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കെ പരിചാരകൻ വന്നു. ആയസപ്രതിമയുടെ കഷണങ്ങൾ മാറ്റി ശുദ്ധികർമ്മം നടത്തി. അത് കഴിഞ്ഞപ്പോൾ കേശവൻ കൗരവാധിപനോട് പറഞ്ഞു, ഈ ഇരുമ്പിന്റെ മുതലും വാരിക്കൊണ്ട് കളഞ്ഞു. അവിടെ കുറച്ച് പുണ്യാഹലം തളിച്ചു. എന്തേ, ഇയാള് ചോര വീണിട്ടില്ലേ? അതുകൊണ്ട്. രാജാവേ, അങ്ങ് വേദവും ശാസ്ത്രവും പഠിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? പുരാണങ്ങളും രാജധർമ്മവും അഭ്യസിച്ചിട്ടുണ്ടല്ലോ, അതുമുണ്ട്. അങ്ങ് അറിവുള്ളവനാണ്. കോപം ജീവിതത്തെ ധർമ്മത്തിൽ എത്തിക്കുകയില്ലെന്ന് താങ്കൾക്ക് അറിയുകയും ചെയ്യാം. ശമമാണ് പ്രധാനമെന്നും ശമിയെ ധിക്കരിക്കുവാൻ ആർക്കും ആവുകയില്ലെന്നും പ്രസിദ്ധമാണ്. അതുകൊണ്ട് അങ്ങ് സമചിത്തനാവുകയാണ് ഇപ്പോൾ വേണ്ടത്. കൗരവരാജാവേ, ഞാൻ നിന്നോട് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞതല്ലേ? ഭീഷ്മരും ദ്രോണരും വിതുരനും സഞ്ജയനും നിന്നോട് യാഥാർത്ഥ്യമെല്ലാം തുറന്നു പറഞ്ഞില്ലേ? പക്ഷേ ഭവാൻ ആ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ലല്ലോ. സത്യം, ധർമ്മം, നീതി ഇവയേക്കാൾ താങ്കൾക്ക് പ്രധാനം പുത്രസ്നേഹമായിരുന്നു. അതിന്റെ ഫലവും അങ്ങ് അനുഭവിച്ചില്ലേ? പാണ്ഡവരുടെ ബലവീര്യങ്ങൾ അങ്ങ് കണ്ടറിഞ്ഞിട്ടുണ്ട്, ഇല്ലേ? എല്ലാ കാര്യവും ഞങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടൊന്നും ആ ബുദ്ധി നേരെ വന്നില്ലല്ലോ. പാഞ്ചാലിയെ സഭയിൽ വലിച്ചിഴച്ചപ്പോൾ അങ്ങത് തടഞ്ഞില്ലല്ലോ. കള്ളച്ചൂത് നടത്തി പാണ്ഡവരിൽ നിന്നെല്ലാം തട്ടിയെടുത്തപ്പോൾ അങ്ങ് ഈ ആപത്ത് കണ്ടതല്ലേ? 5 ഗ്രാമം തുടങ്ങി 1 വീട് വരെ ഞാൻ ചോദിച്ചിട്ടും ദുര്യോധനൻ തന്നില്ല. അങ്ങും അവിടെ സന്നിഹിതനായിരുന്നല്ലോ. സൂചി കുത്തുവാൻ പോലും സ്ഥലം തരികയില്ലെന്ന് ദുര്യോധനൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങ് ഇടപെട്ടില്ല? പാണ്ഡവർക്ക് അവകാശപ്പെട്ടത് വാങ്ങുവാനോട് യുദ്ധം അനിവാര്യമായി വന്നു. അതുകൊണ്ടല്ലേ ഈ ചോര ഒക്കെ ഒഴുക്കേണ്ടി വന്നത്. രാജാവേ, അങ്ങ് എപ്പോഴും ദുര്യോധനന്റെ ഭാഗത്തായിരുന്നു. ദുര്യോധനൻ പലപ്പോഴും മുഴുത്ത ശുദ്ധനായിരുന്നു. ചിലപ്പോഴൊക്കെ ദുര്യോധനൻ ഒരു ശുദ്ധനായിരുന്നു. തന്മൂലം അനേകം രാജാക്കന്മാർ അവന് ചുറ്റും യുദ്ധക്കൊതിയന്മാരായി ഒന്നിച്ചു നിന്നു. അവർ ചേരികളായി തിരിയുവാൻ കൊതിച്ചു കഴിയുകയായിരുന്നു. യുദ്ധം വഴി മാത്രമേ ഗംഗാധരത്തിൽ സമാധാനമുണ്ടാകൂ എന്ന് വന്നുകൂടി. യുദ്ധം വന്നാൽ സമൂഹം പെരുത്തു നശിക്കും എന്നത് അവർ മനസ്സിലാക്കിയില്ല. ഇത് കണ്ടുകൊണ്ട് കഴിയുന്ന സമാധാനത്തിന് ശ്രമിച്ചു. അതും നടന്നില്ലല്ലോ. ഫലമോ, ചെറിയ ചെറിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ മരിച്ചു. നിസ്സഹായർ, അവർ ഒന്നിനും ഇടപെടാത്തവരെ ഒക്കെ അല്ലേ മരിച്ചത്. നിന്റെ മക്കള് ദുഷ്ടന്മാരായിട്ട് മരിച്ചു. അതിനെത്ര എത്ര എത്ര നിരപരാധികൾ മരിച്ചു വീണു. പാണ്ഡവ സഹോദരന്മാർ മാത്രം അവശേഷിച്ചു. ഇനി ആ രാജ്യങ്ങളിൽ രാജാക്കന്മാരുണ്ടാകുവാൻ ഏതെങ്കിലും ഒരു കന്യക ഗർഭം ധരിക്കേണ്ടിയിരിക്കുന്നു. അത്ര വിനാശമാണ് വന്നുകൂടിയിരിക്കുന്നത്. ഇതുപോലൊരായോധനം എവിടെയെന്ന് എന്ന് ഉണ്ടാവുകയില്ല. ഭാരത രാജ്യത്തിൽ ഉരുണ്ടുകൂടിയ പക ഇവിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ദാവാഗ്നി പോലെ കത്തി അക്ഷൗഹിണി പടയുണ്ടായിരുന്നു, കത്തിപ്പടരുകയായിരുന്നു. പാണ്ഡവർക്ക് 7 കൗരവർക്ക് 11 അക്ഷൗഹിണി പടയുണ്ടായിരുന്നില്ലേ? അവർ മുഴുവനും ഈ സമതലങ്ങളിൽ ചിതറിക്കിടപ്പുണ്ട്. എത്ര 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 ജനങ്ങള്, പാവങ്ങള്, നിരുപദ്രവികള്, നിസ്സഹായന്മാര്. ഈ നാശം ഒഴിവാക്കാനാണ് രാജാവേ ഞങ്ങൾ ആദ്യം ശ്രമിച്ചത്. മഹാരാജൻ ദേശകാലങ്ങൾ കണ്ട് ദോഷങ്ങൾ മനസ്സിലാക്കി വേണ്ടത് വേണ്ടപ്പോൾ ആര് ചെയ്യുന്നുവോ അവൻ ശ്രേയസ് നേടും, അതുറപ്പാണ്. യഥാർത്ഥത്തിൽ ഈ പെരും യുദ്ധത്തിന്റെ കുറ്റം തന്നിലാണെന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? കുറവ് തന്നിലായിരിക്കെ ഭീമനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? അവനെ വധിക്കുവാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ? സ്വന്തം കുറ്റം ചിന്തിച്ച് കോപം അടക്കി വാണാലും ഇനിയെങ്കിലും ആ മനസ്സ് നേരെയാക്കി തീർന്നാൽ അങ്ങേക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ ബാക്കി പറയണ്ടല്ലോ.
ബാക്കി ഞാൻ പറയുന്നില്ല. ചേലഞ്ചും തിരുവില്ല ശൈല മകുടോ തഞ്ചന്നി കുഞ്ചത്തിരോ പാലപ്പൂ മതഗന്ധപൂരമെഴുകും നൽപാറമേ കാവിലോ ബാലശ്രീവനമാലിവാണരുളുമാ പാതാലയത്തിങ്കലോ ചാലച്ചെന്നു ഭവാൻ കവർന്നു മധുരം ഞങ്ങൾക്ക് നിർവാണതം.